ഹലോ ഹായ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്ക ബോബൻ നായകനായി ജിത്തു അഷ്റഫ് ഡയറക്റ്റ് ചെയ്ത സിനിമ. ജഗദീഷ്, പ്രിയാമണി, മീനാക്ഷി, പിന്നെന്താ വൈശാഖ് നായർ, റംസാൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള സിനിമ. റോബി വർഗീസ് രാജാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ചമൻ ചാക്കോ എഡിറ്റ് ചെയ്തിരിക്കുന്നു. ജെക്സ് ബിജോയ് മ്യൂസിക് ചെയ്തിരിക്കുന്നു. ഓരോ സിനിമകളും ഓരോ രീതിയിലുള്ള പ്രതീക്ഷകളായിരിക്കും അല്ലേ. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷ ഈ സിനിമയുടെ റൈറ്ററെ കുറിച്ചിട്ടായിരുന്നു, ഷാബി കബീർ. അദ്ദേഹത്തിന്റെ നായാട്ട്, അതുപോലെ തന്നെ ജോസഫ് പോലെയുള്ള കിട്ടിലൻ എഴുത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഈ സിനിമ കാണുമ്പോഴുണ്ടായിരുന്നു. ആ പ്രതീക്ഷ വെറുതെ ആയില്ല. കിട്ടിലൻ ഒരു സിനിമ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പറയാനുള്ളത്. അതിൽ നമ്മളൊരു എന്താ പറയുക, ഒരു മിസ്റ്ററി ആക്ഷൻ ക്രൈം, അങ്ങനെ ഒരു ഡ്രാമ, അങ്ങനത്തെ കടത്തിൽപ്പെടുത്താവുന്ന മലയാളത്തിലുള്ള കുറേ സിനിമകളുടെ, നല്ല സിനിമകളുടെ ലിസ്റ്റിലേക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. മറ്റൊരു കിടിലൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നിയേക്കുന്നത്, നമ്മുടെ ചാക്കോച്ചന്റെ, കുഞ്ചാക്ക ബോബന്റെ ഓൾ ടൈം പെർഫോമൻസ് എടുത്താൽ, അദ്ദേഹത്തിന്റെ കരിയർ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ടോപ്പ് നോച്ചുള്ള പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ കരിയറിൽ ഓൾ കരിയർ എടുത്തു കഴിഞ്ഞാൽ എന്താ, ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറിന്റെ വേഷം ടോപ്പിൽ തന്നെ നിൽക്കും. കിട്ടിലം പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് തുടക്കത്തിലൊക്കെ ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ടുള്ളൊരു റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. തുടക്കത്തിലേക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഇയാളിത് എന്ത് അലംബനാണെന്നുള്ളൊരു അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ നമുക്ക് അത്രയും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സംഗതി തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അയാളിൽ അങ്ങനെ ഒരു റഫ്നെസ് വന്നത്, അങ്ങനത്തെ ഒരു ക്രൂര മനോഭാവം വന്നത് എങ്ങനെയാണെന്ന് സിനിമ കുറച്ചങ്ങ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നല്ല, സിനിമയുടെ കഥയിലൂടെ തന്നെ അത് റിവീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പെർഫോമൻസ് വൈസ് കുഞ്ചാക്കോബൻ ഞെട്ടിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ഹാഫൊക്കെ അദ്ദേഹത്തിന്റെ കിട്ടിലും പരിപാടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു ഫയറും ഇമോഷനൊക്കെ കൊണ്ടുവരാനായിട്ട് ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കുഞ്ചാക്കോവനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ടി വരും, കൈയടിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു പെർഫോമൻസ് എടുത്ത് പറയാനുള്ളത് വൈശാഖ് നായരുടെ. അദ്ദേഹം മോനെ കിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും ഒക്കെ കിട്ടിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജഗദീഷ്, ഓഫ് കോഴ്സ്, അദ്ദേഹത്തിന്റെ ഒരു ജേണി നമുക്കറിയാമല്ലോ ഇപ്പോൾ ഉള്ള, കിട്ടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രിയാമണി ഒരു ആസ് യൂഷ്വൽ ഒരു വൈഫിന്റെ ക്യാരക്ടർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷെ അത്ര അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ മീനാക്ഷി മകളായിട്ട് വരുന്നു. വളരെ കുറച്ച് സീൻസ് ഉള്ളെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ്. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോളി വർക്കാണ്. പോളി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ചില എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സൈലന്റ് കൊടുക്കേണ്ടവിടുന്ന് സൈലന്റ് കൊടുത്തിട്ട് തന്നെ അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. എന്നാൽ ആ സൈലന്റ് കൊടുത്ത് തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു സീനിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചമൻ ചാക്കോന്റെ എഡിറ്റിങ് അത് കിട്ടിലിനായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ടെക്നിക്കലിയും എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും ഒരു ഗംഭീര പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് റോബി വർഗീസ് രാജിന്റെ ക്യാമറയാണ്. അതിൽ രണ്ട് ആക്ഷൻ പരിപാടികളാണ്, രണ്ട് ഫൈറ്റ് സീനാണ് ഈ സിനിമയിലുള്ളത്. അത് ആക്ഷൻ കിട്ടിലനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് കിട്ടിലും വരണം, നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു കയ്യടി വരില്ലേ. ക്യാമറ കൊണ്ടുള്ള കുറച്ച് ഗിമ്മിക്കും പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കിട്ടിലനായിട്ട് വന്നിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് തന്നെയാണ്. അതാണ് ഞാൻ ടെക്നിക്കലി കുറച്ചുകൂടി രസമായിട്ടുണ്ട് സിനിമ എന്ന് പറയാൻ കാരണം. സിനിമ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിലർ കാണുമ്പോൾ കുറച്ചൊക്കെ സംഭവം മനസ്സിലായി. സ്പോയിലർ ഇല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹരിശങ്കർ എന്ന് പറയുന്ന ക്യാരക്ടർ പോലീസ് ഓഫീസറിന്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ CI റാങ്കിലേക്ക് തരം താഴ്ത്തപ്പെടുന്ന, അവിടെ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു സംഭവം, ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസും, പിന്നെ അവിടെ നിന്ന് അങ്ങ് കുടുംബത്തിലേക്കും മറ്റ് ക്യാരക്ടേഴ്സിലേക്കൊക്കെ കഥ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഇമോഷൻ കണക്ട് ആവുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള, എന്നാൽ ആക്ഷൻ സീക്വൻസുകളും അത്യാവശ്യം നമുക്ക് ഒരു ഹൈ തരുന്ന മൊമെന്റ്സ് ഒക്കെ ഉള്ള, ടോട്ടലി നോക്കുമ്പോൾ അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി തോന്നിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം.